പിരിയുന്നു കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ നൊമ്പരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ കരയല്ല കണ്ണുനീർ പോലും വിട ചൊല്ലി യാത്രയായി. ഹായ്, വീണ്ടും ഒരു കോട്ടയം പാലാ യാത്ര. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള ലൈറ്റ് മ്യൂസിക് കേട്ട് രാത്രി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പം കൂട്ടത്തിലുള്ളവരൊക്കെ ഉറങ്ങുമ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ എന്ത് രസമാണല്ലേ. ഏകദേശം 6 മണിക്കൂർ യാത്രയിൽ ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഒരു പുട്ടും കടലി അടിച്ചു. ഏകദേശം നേരം വെളുത്ത് സൂര്യന്റെ ആ വെളിച്ചം കണ്ടപ്പോൾ പിന്നെ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. അങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ വെച്ച് ഉറങ്ങി. നമ്മുടെ സുഗമമായ യാത്രക്ക് എപ്പോഴും നമുക്ക് ഉറക്കം വരികയാണെങ്കിൽ എവിടെയാണോ വെച്ച് ഉറക്കം വരുന്നത് അവിടെ വെച്ച് 1 മണിക്കൂറെങ്കിലും ഉറങ്ങി ആ ഒരു ക്ഷീണം തീർക്കുന്നതായിരിക്കും നമ്മുടെ യാത്രക്ക് ബെറ്റർ. അങ്ങനെ 6.5 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്തി. അതാണ് പാലക്കാട്ട് കുന്നേൽ ഹോസ്റ്റൽ അഥവാ ബ്രില്യന്റിന്റെ ലേഡീസ് ഹോസ്റ്റലാണ്. ഇവിടെയാണ് എൻ്റെ പെങ്ങളുടെ കുട്ടി താമസിക്കുന്നത്. അപ്പൊ ഇന്ന് വെക്കേറ്റ് ചെയ്യാണ് ഇവിടുന്ന്. അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു നാച്ചുറൽ വൈബ് ഫീൽ ചെയ്യും. ഈ ഒരു വൈബ് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പഠിത്തത്തിലും അവരുടെ ആ മുഖഭാവത്തിലൊക്കെ കാണാനുണ്ട്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് പാലാ ബ്രില്യൻസിനെ കുറിച്ച്. നീറ്റിനും ജെഇക്കൊക്കെ ഫേമസ് ആയ ഒരു സ്റ്റഡി സെൻ്ററാണ്. അടുത്ത പരിപാടി അവിടെ സാധനങ്ങളൊക്കെ ഡിക്കിയിലേക്ക് ഒതുക്കി വെക്കുക എന്നുള്ളതാണ്. അടുത്തതാണ് നിങ്ങൾ ഇൻട്രോയിൽ കണ്ട ആ സെൻറ്റി സീൻ. അങ്ങനെ ഈ സെൻറ്റി സീനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കോഴിക്കോടേക്ക് തിരിച്ചു. ഈ പാലയിലേക്ക് കൂടി ഡ്രൈവ് ചെയ്യാൻ എന്ത് രസമാണെന്ന് അറിയോ. ഫുള്ള് പച്ചപ്പാണ് 2 സൈഡിലും. ഒന്ന് മൈൻഡൊക്കെ റിഫ്രഷ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഓക്കൽ എന്നാണോ ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു വലിയ ജുമാ മസ്ജിദൊക്കെ ഉണ്ട്. അവിടെ കയറി നിസ്കരിച്ചു. ഇവിടെ സ്ത്രീകൾക്കും അത്യാവശ്യം പ്രെയർ സൗകര്യങ്ങളും ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തു. വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ കോട്ടക്കൽ ചങ്കുവെട്ടിയിലെ സ്ഥിരം സ്പോട്ടിലെത്തി. ഇവിടുത്തെ ഈ ദോശയും ബീഫും വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫുഡിൽ പെട്ടതാണ്. ആ ചൂടോടെ ചുട്ടുതരുന്ന ദോശയും അതിൻ്റെ കൂട്ടത്തിൽ 2 ചമ്മന്തിയും ഈ ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടിപ്പിടിക്കുമ്പോണ്ടല്ലോ ഒരു വേറെ ലെവൽ ഫീലാണ്. കോട്ടക്കൽ ചങ്കുവെട്ടി വഴി പാസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ സ്പോട്ട് ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. ബറക്ക ബിരിയാണി സെന്റർ. ഇതെന്റെ ഫ്രണ്ടാണ്. ഇവനെ കാണാനും കൂടിയാണ് ഈ വഴി വന്നത്. എന്നെ വീഡിയോ എടുക്കില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പറയുന്നത് കേട്ടതുകൊണ്ട് പിന്നെ നല്ലോണം വീഡിയോ എടുത്തു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.